തിരുവനന്തപുരം നഗരത്തിലെ ഒരു ചെറിയ സംഗീത വിദ്യാലയത്തിൽ നിന്നാണ് ലീനയും അരവിന്ദും ആദ്യമായി കണ്ടുമുട്ടിയത്. ലീന ഒരു ഗായികയായിരുന്നു. അവളുടെ ശബ്ദം കേൾക്കുന്നവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതായിരുന്നു. അരവിന്ദ് ഒരു വയലിൻ കലാകാരൻ. അവന്റെ സംഗീതം ഒരു കഥ പോലെ ഒഴുകും. ആദ്യ ദിവസം തന്നെ അവരുടെ സംഗീതം ഒരുമിച്ച് ചേർന്നപ്പോൾ അവിടെ ഒരു മായാജാലം പിറന്നു. ലീന പാടുമ്പോൾ അരവിന്ദിന്റെ വയലിൻ അവളുടെ ശബ്ദത്തെ പിന്തുടരും. അവരുടെ സംഗീതം ഒരു സംഭാഷണം പോലെയായിരുന്നു, വാക്കുകളില്ലാതെ സംസാരിക്കുന്ന. അവരുടെ സൗഹൃദം ദിവസേന ശക്തമായി. പ്രാക്ടീസിനിടയിൽ ചെറിയ ചിരികളും തെറ്റുകൾക്കിടയിൽ പങ്കുവച്ച നിമിഷങ്ങളും അവരെ കൂടുതൽ അടുത്തുകൊണ്ടുവന്നു. എന്നാൽ അവരൊരിക്കലും അവരുടെ സ്നേഹം തുറന്നു പറഞ്ഞിരുന്നില്ല. ഒരു ദിവസം അവരൊരു വലിയ സ്റ്റേജിൽ പ്രകടനം നടത്താൻ അവസരം നേടി. ആ രാത്രി 100 ആളുകൾ മുന്നിൽ അവരൊരുമിച്ച് പാടി. ലീനയുടെ ശബ്ദവും അരവിന്ദിന്റെ വയലിനും ചേർന്നപ്പോൾ അതൊരു പ്രണയകഥ പോലെ മുഴങ്ങി. പ്രകടനത്തിന് ശേഷം അരവിന്ദ് ലീനയെ നോക്കി. നമ്മുടെ സംഗീതം പോലെ തന്നെ നമ്മുടെ ഹൃദയവും ഒരുമിച്ചല്ലേ? അവൻ ചോദിച്ചു. ലീനയുടെ കണ്ണുകളിൽ ഒരു പ്രകാശം തെളിഞ്ഞു. അതെ, അത് ഞാൻ ഏറെക്കാലമായി പറയാൻ ആഗ്രഹിച്ചിരുന്നതു തന്നെയാണ്, അവൾ മറുപടി നൽകി. അവരുടെ സ്നേഹം അതിനുശേഷം തുറന്നുവന്നു, സംഗീതത്തിന്റെ പോലെ ശുദ്ധവും സുന്ദരവും. എന്നാൽ ഒരിക്കൽ അരവിന്ദിന് മറ്റൊരു രാജ്യത്ത് ഒരു വലിയ അവസരം ലഭിച്ചു. സംഗീതയാത്ര അവനെ ദൂരെയാക്കി. ലീനയ്ക്ക് അവനെ വിടാൻ വേദനയുണ്ടായിരുന്നെങ്കിലും അവൾ അവന്റെ സ്വപ്നത്തെ പിന്തുണച്ചു. ദൂരങ്ങൾക്കിടയിലും അവരുടെ സംഗീതം ഒരിക്കലും നിർത്തിയില്ല. അവരൊരുമിച്ച് ഓൺലൈനായി പാടുകയും വായിക്കുകയും ചെയ്തു. അവരുടെ ഹൃദയങ്ങൾ ഒരേ താളത്തിൽ തുടരുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അരവിന്ദ് തിരിച്ചു വന്നു. വീണ്ടും അതേ സ്റ്റേജിൽ അവരൊരുമിച്ചു പാടി. ഈ പ്രാവശ്യം അവരുടെ സംഗീതം കൂടുതൽ ആഴമുള്ളതായിരുന്നു. കാരണം അത് പരീക്ഷണങ്ങൾ കടന്നുപോയ സ്നേഹത്തിന്റെ സംഗീതമായിരുന്നു. അന്നവർ മനസ്സിലാക്കി, സ്നേഹം ഒരു പാട്ടുപോലെയാണ്. അതൊരിക്കൽ തുടങ്ങുമ്പോൾ ഒരിക്കലും അവസാനിക്കില്ല. കണ്ണൂർ നഗരത്തിലെ ഒരു പഴയ ലൈബ്രറിയിൽ നിന്നാണ് വിഷ്ണുവും നേഹയും ആദ്യമായി കണ്ടുമുട്ടിയത്. പുസ്തകങ്ങളുടെ മണം നിറഞ്ഞ ആ ശാന്തമായ ഇടത്ത് അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. നേഹയ്ക്ക് നോവലുകൾ വായിക്കാൻ ഇഷ്ടം, വിഷ്ണുവിന് ചരിത്രം. എന്നാൽ അവരെ ഒന്നിപ്പിച്ചത് അവരുടെ ചിന്തകളായിരുന്നു. അവരോരോ ദിവസവും ലൈബ്രറിയിൽ കണ്ടുമുട്ടി പുസ്തകങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും സംസാരിക്കുമായിരുന്നു. ഒരു ദിവസം വിഷ്ണു നേഹയോട് പറഞ്ഞു, നമ്മൾ ഒരുമിച്ചെഴുതുന്ന ഒരു കഥ പോലെയാണിത്, ഓരോ ദിവസവും പുതിയ അധ്യായങ്ങളും. നേഹ ചിരിച്ചു. അപ്പോൾ ഈ കഥയുടെ അവസാനം എന്തായിരിക്കും? അവൾ ചോദിച്ചു. വിഷ്ണു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അതൊരിക്കലും അവസാനിക്കില്ല, കാരണം ഞാൻ നിന്നെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, അവൻ പറഞ്ഞു. അവരുടെ പ്രണയം ആ വാക്കുകളിലൂടെ തുറന്നുവന്നു. അവരൊരുമിച്ച് സ്വപ്നങ്ങൾ കണ്ടു, ഭാവി ചിന്തിച്ചു. എന്നാൽ ജീവിതം ഒരു പരീക്ഷണം പോലെ മുന്നോട്ടു വന്നു. നേഹയുടെ കുടുംബം മറ്റൊരു നഗരത്തിലേക്ക് മാറേണ്ടി വന്നു. വേർപിരിയലിന്റെ വേദന അവരെ തകർത്തെങ്കിലും അവർ തമ്മിലുള്ള വിശ്വാസം അവരെ നിലനിർത്തി. വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം വിഷ്ണു വീണ്ടും ആ ലൈബ്രറിയിലെത്തി. പഴയ ഓർമ്മകൾ അവനെ ചുറ്റി. അപ്പോൾ ഒരാൾ അവന്റെ സമീപത്ത് വന്നു ഇരുന്നു. അത് നേഹയായിരുന്നു. നമ്മുടെ കഥ ഇപ്പോഴും തുടരുകയാണല്ലേ? അവൾ ചിരിച്ചു ചോദിച്ചു. വിഷ്ണു സന്തോഷത്തോടെ തലകുനിച്ചു. അതെ, ഇതൊരു അനന്തമായ കഥയാണ്. പുസ്തകങ്ങളുടെ നിശബ്ദതയിൽ അവരുടെ പ്രണയം വീണ്ടും പൂത്തുലഞ്ഞു. ഓർമ്മകളുടെ വഴിയിൽ പുതിയ അധ്യായങ്ങളുമായി